ഷഫീദ് റാവുത്തർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദിലേക്ക് വരാം. അതിനു മുമ്പ് എം സ്വരാജ് 24-നോട് സംസാരിച്ചിരുന്നു. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വം എന്നാണ് എം സ്വരാജ് പ്രതികരിച്ചത്. നിലമ്പൂരിൽ സർക്കാരിന് അംഗീകാരം നൽകുന്ന ഫലമുണ്ടാകുമെന്നും എം സ്വരാജ് 24-നോട് പറഞ്ഞു. നിലമ്പൂരിൽ എം സ്വരാജ് വരട്ടെ എന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെയെങ്കിലും വെല്ലുവിളി. ആ വെല്ലുവിളി CPM ഏറ്റെടുത്തിരിക്കുന്നു. എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. ആദ്യം എല്ലാവിധ ആശംസകളും. ഒന്നാമത്തെ കാര്യം, ആ വെല്ലുവിളി പാർട്ടി ഏറ്റെടുത്താണോ എം സ്വരാജ് നിലമ്പൂരിലേക്ക് വരുന്നത്? ഞങ്ങൾ അതൊന്നും ഒരു വെല്ലുവിളിയായേ കണക്കാക്കുന്നില്ല. അതൊക്കെ ചില പ്രതികരണങ്ങൾ, അത് അങ്ങനെ മറുപടി പറയേണ്ട പ്രതികരണം പോലുമല്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിരിക്കുന്നു. ഞാൻ അതിലേക്ക് ഇനി കടന്നു പോകുന്നില്ല. നിലമ്പൂരിൽ ആര് മത്സരിക്കണമെന്നത് LDF-ന്റെയും സീറ്റ് നിശ്ചയിക്കപ്പെട്ട പാർട്ടി എന്ന നിലയിൽ CPIM-ന്റെയും തീരുമാനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു 30-ാം തീയതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. PV അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറാണോ? അത് എതിരാളിയോ അങ്ങനെയൊന്നുമല്ല, ഒരു ഫാക്ടറെങ്കിലുമാണോ PV അൻവർ? ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ വിഷമിപ്പിക്കാനോ ആഗ്രഹിക്കുന്നേയില്ല. സത്യത്തിൽ അദ്ദേഹത്തെ ഈ നിലയിലേക്കൊക്കെ എത്തിക്കുന്നതിൽ കോൺഗ്രസിനാണ് ഒരു പങ്കുള്ളത്. അത് ജനാധിപത്യത്തിൽ അത്ര ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ നാട് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് വികസന കാര്യങ്ങളും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും അത് തുടരേണ്ടതിന്റെ ആവശ്യകതയും നമ്മുടെ രാജ്യത്ത് വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതെ നിലനിൽക്കണമെന്ന ആഗ്രഹവും ഇതൊക്കെയാണ് സ്വാഭാവികമായി ചർച്ച ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, മുൻപ് LDF സ്വതന്ത്രനായി മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് PV അൻവർ. അൻവർ മാറിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി പറയുന്നു അൻവർ ഇടതുപക്ഷത്തെ ഒറ്റിയ യൂദാസ് ആണെന്ന്. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തി അൻവറിനുണ്ടോ ഇപ്പോൾ? അത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയാൽ അറിയാം. LDF-ന്റെ ഭാഗമായി നിന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലായിടത്തുനിന്നും വലിയ സ്നേഹാദരങ്ങളാണ് ലഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സാഹചര്യം അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതായി കേട്ടു. അത് നമ്മുടെ നാടിന്റെ മുൻപാകെ ഉണ്ട്. LDF എപ്പോഴും എല്ലാവരോടും നീതി പുലർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF പറയുന്ന പോലെ ഒരു ആക്ഷേപമുണ്ട്. അത് ചില കൺഫ്യൂഷൻ CPM-ൽ ഉണ്ടായിരുന്നു, LDF-ൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കും അതിൽ ചെറിയ പങ്കുണ്ട്. ചില വാർത്തകളിലൊക്കെ പരാമർശിക്കപ്പെട്ട പേരുകളൊക്കെ ഞങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഒരു ഘട്ടത്തിലും കടന്നു വന്നിട്ടില്ലാത്ത പേരുകൾ പോലും സ്ഥാനാർത്ഥിയാവുന്നു എന്ന മട്ടിൽ സമൂഹത്തിന്റെ മുൻപാകെ വന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ആലോചിച്ച കാര്യങ്ങളല്ല. സ്വന്തം നാട്ടിൽ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദാണ് ഈ സ്വരാജാണ് അവിടെ കളത്തിലിറങ്ങാൻ പോകുന്നത് എന്നുള്ള കാര്യം ആദ്യം പ്രേക്ഷകരെ 24-ലൂടെ അറിയിക്കുന്നത്. അതിനുശേഷം സ്വരാജിന്റെ പ്രതികരണവും ഷഫീദ് റാവുത്തറിന് ലഭ്യമായിരുന്നു. എന്താണ് സ്വരാജ് വിശദീകരിക്കുന്നത്? അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ചർച്ചയാകാൻ പോകുന്നത് വികസനവും ഈ സർക്കാരിന്റെ നവകേരള സങ്കല്പവും ഈ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമൊക്കെയാണ്. ശക്തമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന പശ്ചാത്തലത്തിനിടയിൽ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന തരത്തിലൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലൊക്കെ എം സ്വരാജിൻ്റെ പ്രതികരണം എന്താണ്, അൻവറിനോടുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലും പ്രതികരണം തേടിയിരുന്നു ഷഫീദ്. എന്താണ് സ്വരാജ് വിശദീകരിക്കുന്നത് ഷഫീദ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെയും ചർച്ചയായ ഇന്ന് ചേർന്ന CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വളരെ പ്രധാനമായും ഉയർന്നിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, അതായത് PV അൻവർ അത് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം PV അൻവർ നടത്തിയത് ഒരു യൂദാസിനെ പോലുള്ളൊരു സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്രൻ എന്ന് പറയപ്പെടുന്ന ആലോചന തൽക്കാലം വേണമോ, അതോ രാഷ്ട്രീയമായി നേരിട്ട് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ എതിർപ്പുകൾ ഉയർത്തി ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തുകയാണോ വേണ്ടത് എന്നുള്ളതായിരുന്നു ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയ്ക്കൊടുവിലാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കട്ടെ, അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ് തന്നെ മത്സരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരുന്നത്. പലതരത്തിലുള്ള മാനങ്ങൾ CPM അക്കാര്യത്തിൽ കാണുന്നുണ്ട്. ഒന്നാമത് PV അൻവറിനെ രാഷ്ട്രീയമായി തുറന്നെതിർക്കുകയും അതേപോലെ രാഷ്ട്രീയമായി CPM-നെ ക്ലാരിറ്റിയോട് വിശദീകരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മാറും. രണ്ടാമത്തേത് മലപ്പുറത്തുകാരൻ എന്നുള്ള പ്രത്യേകത സ്വരാജിനെ സംബന്ധിച്ചിട്ടുണ്ട്. മൂന്നാമത്തേതാകട്ടെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക സ്വാധീനമായി മാറാൻ എം സ്വരാജിന് കഴിയും. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം സ്വരാജിനെ CPM ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം MV ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞങ്ങളൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല സർക്കാരിന്റെ വികസന നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാവുകയും പ്രതിഫലിക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം നമ്മളോട് സംസാരിച്ച എം സ്വരാജും പറഞ്ഞത് PV അൻവർ എന്ന് പറയപ്പെടുന്ന ഫാക്ടർ അത് നിലമ്പൂരിലില്ല. മാത്രമല്ല PV അൻവർ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നുമില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥയടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എം സ്വരാജിന്റെ പ്രതികരണം. ഒടുവിൽ അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ
സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, സർക്കാർ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ നിലമ്പൂരിൽ ചർച്ചയാകും. അത് ചർച്ചയാക്കിക്കൊണ്ട് വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ സർക്കാരിന്റെ നേട്ടങ്ങൾ അത് ചർച്ചയാക്കാനുള്ള നീക്കം അത് നടത്തുന്നുവെന്ന് എം സ്വരാജ് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ മത്സരമായി, രാഷ്ട്രീയ പ്രസക്തിയുള്ള മത്സരമായി CPIM കാണുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന് നിലമ്പൂർ മണ്ഡലം ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും കുത്തകയല്ലെന്നും CPIM മത്സരിച്ച മുൻകാല ചരിത്രമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MV ഗോവിന്ദിന്റെ പ്രതികരണവും ഇന്നുണ്ടായിരിക്കുന്നു. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്.